ചേട്ടാ, ശ്രീലേഖയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി ഒടുവിൽ വി കെ പ്രശാന്ത് നമ്മുടെ കോർപ്പറേഷന്റെ ആ ഓഫീസും പടിവിട്ടിറങ്ങുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്? ബി.ജെ.പിക്ക് മുന്നിൽ കീഴടങ്ങിയതാണെന്ന് തോന്നുന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് മുന്നിൽ കീഴടങ്ങലല്ല. സ്വാഭാവികമായിട്ടും ഒരു രീതി അനുസരിച്ചുകൊണ്ട് ന്യായം സ്വാഭാവികമായിട്ടും ശ്രീലേഖയുടെ ഭാഗത്തായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മൾ ആര്യ രാജേന്ദ്രനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും മറ്റേ ദിവ്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും കുറച്ച് ഭേദമുള്ള ഒരു വ്യക്തിയാണ്. മണ്ഡലത്തിലൊക്കെ കുറച്ച് ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹം ഓർത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DGP ആയിട്ടുള്ള ശ്രീലേഖയെ ഒരു ഹുങ്ക് തീർക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ മേത്ത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. പക്ഷേ അത് പാളിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഈ MLA ഹോസ്റ്റലിൽ അദ്ദേഹത്തിന് ഓഫീസ് എടുക്കാവുന്നതേ ഉള്ളൂ. അവിടെ അലോട്ട് ചെയ്തിരുന്നതാണ്. അവിടെ അലോട്ട് ചെയ്യാതെ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ച് ഉള്ളതിന്റെ പേരിൽ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. അതും വളരെ കുറഞ്ഞ റെന്റിലാണല്ലോ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചത്. അതെ, വളരെ കുറഞ്ഞ അത്രയും റെന്റിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് കുടപിടിക്കുകയായിരുന്നു. മുമ്പ് പറയുന്ന കോർപ്പറേഷൻ ഭരണവും അവരുടെ കയ്യിലായിരുന്നല്ലോ. അപ്പോൾ വളരെ ഈ നമ്മുടെ കോർപ്പറേഷന് പലതരത്തിലും വരുമാന കുറവുണ്ടാക്കുന്ന രീതിയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ മാത്രമല്ല പല പാർട്ടി മെമ്പേഴ്സിന്റെയും അടക്കി അല്ലെങ്കിൽ LDF അടക്കി വാണിരുന്ന തിരുവനന്തപുരത്ത് നഗരസഭയുടെ എല്ലാ പ്രോപ്പർട്ടികളും ഇത്തരത്തിൽ തുച്ഛമായിട്ടുള്ള സ്വജനപക്ഷപാതം എന്ന് തന്നെ പറയാം. അവർ തുച്ഛമായിട്ടുള്ള റെന്റിൽ ഏറ്റെടുത്തിട്ട് മറ്റു വ്യക്തികൾക്ക് വലിയ വാടകയിൽ, സാധാരണക്കാരന് 5000, 6000 അല്ലെങ്കിൽ 10000 രൂപയൊക്കെയാണ് വാടക അടയ്ക്കുന്ന രീതിയിലേക്ക് വിട്ടു നൽകിയിരിക്കുകയായിരുന്നു. അപ്പൊ അതിനെ ഏറ്റിട്ടുള്ള ഒരു തക്കതായിട്ടുള്ള അടിയായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസ് കെട്ടിടത്തിൽ കൗൺസിലർക്ക് കൊടുത്തിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു കക്കൂസ് അടങ്ങിയിട്ടുള്ള ഒരു റൂമായിരുന്നു. വളരെ ചെറിയൊരു മുറിയായിരുന്നു. മാത്രമല്ല ആ മുറിയുടെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ആ മുറിയുടെ ചുറ്റുപാടും മുഴുവൻ മാലിന്യ കൂമ്പാരവും ഒരു വൃത്തിയുമില്ല, ഒരു വെടുപ്പുമില്ലാത്തൊരവസ്ഥയിലുള്ള ഒരു കുടിസുമുറി. അതും ഫയലുകൾ സൂക്ഷിച്ചിരുന്നത് ടോയ്ലറ്റിലായിരുന്നു. ഫയലുകൾ എല്ലാം സൂക്ഷിച്ചിരുന്നത് ടോയ്ലറ്റിലായിരുന്നു. ഇനിയിപ്പോ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഉറപ്പായിട്ടും ശാസ്ത്രമംഗലം വാർഡ് BJPയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അപ്പോ അതിനെല്ലാം ഒരു മാറ്റം കുറിക്കുമെന്നുള്ള ശ്രീലേഖ അതിനെല്ലാം ഒരു മാറ്റം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ല, എനിക്കൊരു ഈ അവസരത്തിൽ തോന്നുന്നത്, ശ്രീലേഖ ഈ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൽ ഒരു ഭാഗം ഒന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ VK പ്രശാന്ത് ഇവര് നല്ല ബന്ധത്തിലായിരുന്നു ഈ ഒരു ഇലക്ഷന് മുമ്പ് വരെ. പക്ഷെ ഈ ഇലക്ഷന് ശേഷം ശ്രീലേഖ വിജയിച്ചു. ആ കെട്ടിടത്തിലേക്ക് ഇവർ വന്നപ്പോ VK പ്രശാന്ത് ഉടനടി തന്നെ വളരെ മോശമായ രീതിയിലാണ് അവരോട് പ്രതികരിച്ചിരുന്നത്. അത് നമുക്ക് അറിയാലോ, സ്വാഭാവികമായിട്ടും CPM-ന്റെ നേതാക്കന്മാർ അങ്ങനെ എതിർ പാർട്ടിക്കാരോട് തന്നെയല്ല, വളരെ ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടു കൂടി മാത്രമേ പെരുമാറുകയുള്ളൂ. അതിപ്പോ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിലായിരുന്നെങ്കിലും ദിവ്യയുടെ കാര്യത്തിലായിരുന്നെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുമ്പ് മാധ്യമങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ള രീതിയായിരുന്നെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതോടൊപ്പം തന്നെ നമ്മുടെ MV ഗോവിന്ദൻ ഒരു പ്രസംഗത്തിനിടയിൽ ഒരു മൈക്രോ ഓപ്പറേറ്ററോട് ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ആ ഒരു രീതിയിലേ അവരിൽ നിന്നുള്ള പെരുമാറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു രീതിയിലുള്ള പ്രവർത്തനമേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ. അതങ്ങനെ തന്നെയാണ് അവരുടെ ഒരു പാർട്ടി ലൈൻ എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴാണ് VK പ്രശാന്ത് ശ്രീലങ്കയോട് ഇത്രത്തോളം എന്താ പറയാ കലിപ്പ് ഉണ്ടാവുന്നത്. അതിന് തൊട്ടു മുമ്പ് പേഴ്സണൽ ബന്ധമായിരുന്ന സമയത്ത് വളരെ മാന്യമായിരുന്നു എന്നാണ്, വളരെ മാന്യമായ പെരുമാറ്റമായിരുന്നു എന്നാണ് ശ്രീലേഖ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് BJP തിരുവനന്തപുരം പിടിച്ചെടുത്തതിന്റെ അതിന്റെ ഒരു പക കൂടി അദ്ദേഹം ഇതിലൂടെ തീർത്തതാവാം എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ആ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടല്ലോ. അവര് ഒരുപാട് നാൾ ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു. ഇനി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് മണ്ഡലങ്ങൾ BJP പിടിക്കുമോ എന്നുള്ള ഒരു ഭയം കൂടി അവരുടെ ഉള്ളിൽ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, മുൻപ് ഭരിച്ചിരുന്ന മേയർ സ്ഥലം വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്ഥലം വരെ വിടേണ്ട ഒരവസ്ഥ അവർക്കെതിരെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, യദു ഇപ്പോ തക്കതായിട്ടുള്ള താക്കീതുമായിട്ട് രംഗത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ സാരഥിയാകുമെന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭയന്നോടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പൊ കാര്യങ്ങൾ ഇന്ന് ഇപ്പൊ അവർ കരുതുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നില്ല. അതുകൊണ്ട് ശ്രീലേഖയെ അവരുടെ ഈ പറയുന്ന ഒരു ഹുങ്ക് ശ്രീലേഖയുടെ മേത്ത് തീർക്കാമെന്നായിരുന്നു PV പ്രശാന്ത് കരുതിയിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, ശബരിനാഥൻ അടക്കം, അതോടൊപ്പം തന്നെ മുരളീധരൻ അടക്കമുള്ള കെ മുരളീധരൻ അടക്കമുള്ള വ്യക്തികൾ ശ്രീലേഖയ്ക്ക് പിന്തുണയുമായിട്ടാണ് വന്നത്. അപ്പോ അതൊരിക്കലും VK പ്രശാന്ത് ഓർത്തിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പോരാഞ്ഞിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണല്ലോ. അപ്പോ തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് കൂടി കൊണ്ട് അദ്ദേഹം തന്നെയായിരിക്കും വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി. അല്ല, അദ്ദേഹത്തെ കഴക്കൂട്ടത്തേക്ക് മാറ്റുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ ഇനി ചിത്രത്തിൽ നിന്ന് മാറ്റി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇനി കഴക്കൂട്ടത്തേക്ക് ഇദ്ദേഹത്തെ പറിച്ചു നടുകയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോ വട്ടിയൂർക്കാവില് ശ്രീലേഖ മത്സരിക്കുമെന്നും കേൾക്കുന്നുണ്ട് നമ്മുടെ നിയമസഭാ ഇലക്ഷന്. അപ്പോ ശ്രീലേഖയ്ക്കെതിരായിട്ട് VK പ്രശാന്ത് നിൽക്കുകയാണെങ്കിൽ അതൊരു ഭീഷണിയാകുമെന്നും ഉള്ളൊരു ഭയം കൂടി ഉണ്ടാവാമല്ലോ, അല്ലെ?
അത് സ്വാഭാവികമായിട്ടും വട്ടിയൂർക്കാവ് BJP അധികം വോട്ടുള്ള മണ്ഡലമാണ്. അപ്പൊ എന്നിരുന്നാലും നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് വട്ടിയൂർക്കാവ് വരുന്നത്. കെ സുരേന്ദ്രന്റെ പേരും കേൾക്കുന്നുണ്ട്. അപ്പോ ശ്രീലേഖ മത്സരിക്കുമെന്നുള്ളതും ഊഹാപോഹങ്ങളാണ്. ശ്രീലേഖ പുറമെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പൊ ആര് വേണമെങ്കിലും മത്സരിക്കാം. എന്തായാലും VK പ്രശാന്തിന് ഇപ്പോ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നത് ഒന്നുകിൽ ശ്രീലേഖയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കിയിട്ട്, അല്ലെങ്കിൽ ഈ നിയമസഭാ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് അപ്പോ ഇനിയൊരു മോശം പ്രതിച്ഛായ വേണ്ട, കേരളം മുഴുവൻ ഇത്രത്തോളം ചർച്ച ചെയ്തു, തനിക്ക് മാത്രമാണ് ഇത്രത്തോളം ഈ ഭാഗത്ത് ഈ ഒരു വിഷയത്തിൽ. ഇത് രണ്ടും ഒരു കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കേണ്ടതാണ്, MLA ആയിട്ട് വീണ്ടും മത്സരിക്കേണ്ടതാണ്, നിയമസഭ ഇലക്ഷൻ മത്സരിക്കേണ്ടതാണ്. മറ്റൊന്ന് ശ്രീലയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് സാമാന്യമായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തന്നെ ഇപ്പൊ സ്വയമേ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുകയില്ല. മറ്റു നേതാക്കന്മാരുടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അവരെങ്ങനെ തെറ്റ് തിരുത്തുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതേണ്ട ആവശ്യമില്ല. തോൽവി പോലും അംഗീകരിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം ഇത്രയും തരത്തിലുള്ള ഒരു നടപടി ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ അഭിനന്ദനാർഹമാണ്, അല്ലെ? അത് പക്ഷെ എനിക്കത് ഒരു അഭിനന്ദിക്കേണ്ട കാര്യമാണെന്ന് തോന്നില്ല. അല്ല, കാരണം CPM-ന്റെ ഒരു MLA സംബന്ധിച്ചിടത്തോളം അവർ തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് വലിയൊരു മികവുറ്റ കാര്യം തന്നെയാണ്. കാരണം അവരങ്ങനെ തെറ്റ് തിരുത്താറില്ല. അവര് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അത് അനീതിയാണെങ്കിൽ പോലും അതിൽ കടിച്ചു തൂങ്ങുന്ന ഒരു നിലപാടേ അവര് ഇന്നേക്ക് വരെ സ്വീകരിച്ചിട്ടുള്ളൂ. പല നേതാക്കന്മാരും ഇന്നേക്ക് വരെ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി എന്നുള്ളത് മികച്ച നടപടി തന്നെയാണ്. അതെ, എന്തായാലും ഒന്നും കാണാതെ അല്ല ഇവരുടെ ആരുടെയും നീക്കം. പിന്നെ നമുക്ക് ഇനി ആ വാടകയുടെ കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്ത് തരും. കാരണം 872 രൂപയാണ് ഒരു MLA ഓഫീസിന് വേണ്ടിയിട്ട് കോർപ്പറേഷന്റെ കെട്ടിടത്തിന് വാടകയായിട്ട് കൊടുത്തത്. MLAക്ക് ലഭിക്കുന്ന അലവൻസ് എന്നുള്ളത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് എന്നുള്ളത് 20,000 മേലെയാണ്. ഈ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസിൽ ഈ റെന്റ് ഉൾപ്പെടുത്തേണ്ടതാണ്. അത് ശാസ്ത്രമംഗലം പോലുള്ള ഒരു പ്രദേശത്ത് നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് എത്ര റെന്റ് വരും എന്നുള്ളത് അറിയാലോ. അപ്പൊ അതിൽ നിന്ന് മാക്സിമം ലാഭിക്കാനായിരിക്കും ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവുക. ഇതോടൊപ്പം തന്നെ മറ്റു പല വിവരങ്ങൾ എന്നുള്ള നമ്മുടെ മന്ത്രി അനിലിന്റെ ഓഫീസും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നെടുമങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതേ സാമാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രിയുടെ പോലും പല ഓഫീസുകളും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. വളരെ ചെലവ് ചുരുക്കി ജീവിക്കുന്നത്, വളരെ ദരിദ്രമായിട്ട് ജീവിക്കുന്നതും ഒക്കെ. പന്ന്യൻ രവീന്ദ്രനും മുമ്പ് ഒരു വയനാട്ടിലൊരു ശശീന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പൊ അതേ ഒരു മാതൃകയിൽ വളരെ ചെലവ് ചുരുക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഫണ്ടൊക്കെ, ഈ അധികം വരുന്ന ഫണ്ടൊക്കെ ഇവരുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകാനാണോ എന്ത് ചെയ്യാനാണോ എന്നുള്ളത് നമുക്കറിയില്ല. ചെലവ് ചുരുക്കലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയും അമേരിക്കയിലെ ചികിത്സയും അതുപോലെ തന്നെ ഇവരുടെ കാറ് കൂടെ മാറ്റുന്നതും കറുത്ത കാറിലേക്ക് ആകുന്നതും പിന്നെ ക്ലിഫ് ഹൗസിലെ ഗോശാലയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവരുടെ ചിലവ് ചുരുക്കലിനെ കുറിച്ച് നമ്മൾ അവര് പൊതുമധ്യത്തിൽ നമ്മളെ മുന്നിൽ കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുമധ്യത്തിൽ മറ്റൊരു MLA-മാരെ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ CPM ആ ഒരു വ്യത്യാസമാണ്. CPI നേതാക്കന്മാരും CPM നേതാക്കന്മാരും തമ്മിൽ അതൊക്കെ ഇതൊരു കപടതയുടെ മുഖം മാത്രമാണ്. നമ്മുടെ മുന്നിലേക്ക് വെറുതെ ഒരു സിമ്പതി പിടിച്ചുവിടാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കാനുള്ള വിധത്തിൽ, ദാരിദ്ര്യമാണ് എന്നുള്ള വിധത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സിമ്പതി പഠിച്ചു പറ്റാനുള്ള വേണ്ടി കാണിക്കുന്ന ഒരു, എങ്കിലും അങ്ങനെ കാണിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ഇപ്പൊ നമ്മള് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മുടെ നെയ്യാറ്റിൻകര MLA കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, അദ്ദേഹത്തിന് KSRTC ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടും അതൊക്കെ ഒരു സിമ്പതി പിടിച്ചു പറ്റാനായിട്ടുള്ള ഒരു മാർഗം മാത്രമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനൊക്കെ ഈ എന്തുകൊണ്ട് കാർ മേടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഉണ്ട്, അതും ഈ MLA-മാർക്ക് നൽകുന്നുണ്ട്. എന്നിട്ടും ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് ഈ CPM-ന്റെ ഭാഗത്തു നിന്നും ഈ ഇടതുപക്ഷത്തിന് MLA-മാരുടെ ഭാഗത്തു നിന്നും നിത്യേനയുള്ള ഒരു സ്ഥിരം പരിപാടിയാണ്. അതിന്റെ മറവിൽ ഇതുപോലെ കോടികളുടെ ചിലവ് വരുത്തി നമ്മുടെ നികുതി പണം കൊണ്ട് അതിന്റെ മറവിൽ ഇത്തരം കോടികളുടെ നികുതി പണം വരുത്തി വെക്കുക എന്ന് പറയുന്നത് ഒരു ഈ MLA-മാരുടെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇന്നിപ്പം VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ ഒരു നടപടി ചെയ്തത് തന്നെ വളരെ മികച്ചതായിട്ട് തന്നെ നമ്മൾ കരുതാൻ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഒരു തെറ്റും അവർ തിരുത്തിയിട്ടില്ല, തിരുത്താൻ പോകുന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ദിവ്യയൊക്കെ സ്വീകരിക്കാൻ വന്നിട്ടുള്ള ശ്രീമതി ടീച്ചർ അടക്കമുള്ള വ്യക്തികളായിരുന്നല്ലോ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയെങ്കിലും ചെയ്തത് വളരെ മികച്ച ഒരു പ്രവൃത്തി തന്നെയാണ്. അത് മാത്രമല്ല, ഇതിപ്പോ ശ്രീലേഖയ്ക്ക് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആദ്യം തന്നെ ഒരു പ്ലസ് പോയിന്റ് ആയി മാറിയിരിക്കുന്നു. ഒരു പക്ഷേ മേയർ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പോലും കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയല്ലോ. അപ്പൊ അത് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് അവർക്ക് വലിയൊരു പ്ലസ് പോയിന്റ് കൂടി ആയി എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ. അതിന് ഈ പറയുന്ന VK പ്രശാന്ത് ഒരു നിമിത്തമായി എന്നുള്ളത്
നമ്മൾ കണ്ടറിയുന്നത്.